ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും വരുന്ന ദിവസം മുരുകന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. മുരുകൻ്റെ നാമങ്ങൾ ഈ ദിവസം ചൊല്ലി ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അല്ലാത്തവർക്ക് വീട്ടിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരേ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നമുക്ക് വിളക്ക് കൊളുത്താവുന്നതാണ്. ഈ വിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് വെച്ചാൽ, മുരുകൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമമൊക്കെ പൊട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ ഒരു നിലവിളക്ക് കത്തിച്ചു അതിൻ്റെ മുന്നിൽ ഒരു ഷഡ്കോണ കോലം വരച്ച് 6 ദീപങ്ങൾ നെയ്യിട്ട് തെളിയിക്കണം. കോലം വരയ്ക്കാൻ അറിയാത്തവർക്ക് വെറുതെ 6 ദീപങ്ങൾ തെളിയിച്ചാലും മതി. ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ എങ്ങനെ കോലം വരച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചിത്രം കാണിക്കാം. അതിനുശേഷം ഓം ശരവണ ഭവ എന്ന മന്ത്രം 108 പ്രാവശ്യം ചൊല്ലണം. അത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഏത് ആഗ്രഹമാണോ പ്രാർത്ഥിച്ചത് അത് നടക്കുന്നതായി വിചാരിച്ച് കണ്ണടച്ചു പിടിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതായിരിക്കും. നിങ്ങളത് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹം സാധിക്കുന്നതായിട്ടും അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ 1 മിനിറ്റെങ്കിലും വിഷ്വലൈസ് ചെയ്യണം. ഇത് ഒരു ഡിവോഷണൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഡിവോഷണൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടുണ്ടോ അത്രയും വേഗത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചും കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് അരിമാവ് കൊണ്ട് ഷഡ്കോണ കോലം വരയ്ക്കേണ്ടത്. 2 ത്രികോണം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇൻവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. അതിന് അരികിലായി ശരവണ ഭവ എന്നെഴുതുക. നടുക്കായി ഓം എന്നും എഴുതണം. പിന്നെ 6 ദീപങ്ങൾ കത്തിക്കുക.